ഹലോ ഗൈസ് 2025 ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻകെങ്കിലും എക്സ്ട്രാ ജനറേറ്റ് ചെയ്യാൻ പറ്റണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഡ്രോപ്പ് ഷിപ്പിംഗ് അഫിലേറ്റ് മാർക്കറ്റിംഗ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ആ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ 2025 ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5 മില്യൺ ഷോപ്പിഫൈ സ്റ്റോർസാണ് ഇപ്പം നിലവിലുള്ളത്. സോ നിങ്ങൾ ആ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന കോമ്പറ്റീഷൻ വളരെ ഹൈ ആയിരിക്കും. സോ അതുപോലെ തന്നെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യവും. നല്ലൊരു മാസീവ് ഓഡിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് സെയിൽസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ നല്ല രീതിക്ക് കഷ്ടപ്പെടേണ്ടി വരും. സോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2025 ഈ രണ്ട് മേഖലകൾ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് ഈ ഒരു ലെവലിൽ സക്സസ്ഫുൾ ആവാൻ കഴിയില്ല. സോ ഞാൻ ഈ പറയാൻ പോകുന്ന ഫീൽഡായിരിക്കും ഇനി 2025 ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആകാൻ പോകുന്ന ഒരു ഫീൽഡ്. വേറൊന്നുമല്ല, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ്. ജസ്റ്റ് ഒരൊറ്റ തവണ മാനുഫാക്ചർ ചെയ്താൽ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളാം. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.